ഇന്ന് തിങ്കളാഴ്ച 33ാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ട ദുൽഖർ സൽമാൻ മൂവിയായ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന്റെ 32 ദിവസത്തെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചിത്രത്തിന്റെ 18 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 111 കോടിക്ക് മുകളിലായിരുന്നു ചിത്രത്തിന്റെ കളക്ഷൻ. അതിനുശേഷം ചിത്രത്തിന്റെ യാതൊരുവിധ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നില്ല. എന്നാൽ ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടിനെ മറികടന്നിരിക്കുകയാണ് ഡ്യൂക്യുവിന്റെ ലക്കി ഭാസ്കർ. ഓരോ ഏരിയയിൽ നിന്നും കിട്ടിയ കളക്ഷൻ പരിശോധിച്ച് 32 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡിൽ നിന്ന് എത്ര നേടിയെന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. തെലുങ്ക് സ്റ്റേറ്റിൽ നിന്നും 38 കോടി 10 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കളക്ഷൻ. കേരളത്തിൽ നിന്നും 22 കോടി 15 ലക്ഷം രൂപ, കർണാടകയിൽ നിന്നും 7 കോടി. എന്നാൽ തമിഴ്നാട് കളക്ഷൻ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. 16 കോടി 45 ലക്ഷം രൂപയാണ് അവിടുത്തെ കളക്ഷൻ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 2 കോടി 10 ലക്ഷം രൂപ, ഓവർസീസ് അഥവാ വിദേശ രാജ്യങ്ങളിൽ നിന്നും 27 കോടി 40 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ടോട്ടൽ കളക്ഷൻ. അങ്ങനെ 32 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് 113 കോടി 20 ലക്ഷം രൂപയാണ് ചിത്രം തിയേറ്ററിൽ നിന്ന് മാത്രമായിട്ട് നേടിയിരിക്കുന്നത്. പുഷ്പ 2 തിയേറ്ററിൽ എത്തുന്നത് വരെ തിയേറ്ററിൽ ഡിക്യുവിന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം കാണും. ഭാസ്കറിന്റെ അണിയറ ടീം 18 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് മാത്രമേ പുറത്തു വിട്ടിട്ടുള്ളൂ. ചിത്രത്തിന്റെ ഇതുവരെയുള്ള ഒരു ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ആരാധകർ. അതിനി ലഭിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.